ഞാൻ വെടിയാണെന്നോ നിങ്ങൾ പറയുന്നുണ്ടോ ഒന്ന് ആലോചിക്കണം. രാവിലെ അല്ല ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ സമൂഹത്തിനോടാണ് പറയുന്നത്. ഞാൻ 5 മണിക്കെടുത്ത് 5 മണി. നമസ്കാരം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ കരയുന്നത് കണ്ടിട്ട് ഞാൻ ചിരിക്കുന്നത്. ഇതിനു മുന്നേയും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കുറച്ചുകൂടി പൂർവാധികം ശക്തിയോടെ ഞാൻ ഒരാൾ കരയുന്നത് കണ്ടിട്ട് ചിരിക്കുന്നത്. നീ ഈ കള്ളക്കണ്ണുനീരും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല അറക്കലെ എന്ന് ഞാൻ പറയും. അറക്കൽ അബുവൊന്നുമല്ല, ശ്രീലക്ഷ്മി അറക്കൽ. നീ അന്ന് ആ ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ ഷിംജിത എന്ന് പറയുന്ന നായിന്റെ മോള് തീർത്ത സമയത്ത്, അവളുടെ അമ്മച്ചിയുടെ റീച്ച് ഉണ്ടാക്കുന്ന പരിപാടി അവൾ ചെയ്ത് തീർത്ത സമയത്ത് നീ അന്ന് ആ ഷിംജിതയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. നീ എന്ത് കണ്ടിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നീ അങ്ങ് ചുമ്മാ മറ്റേ ഫേക്ക് ഫെമിനിറ്റി കളിക്കാൻ നോക്കി. എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് നാട്ടുകാർ മൊത്തം നിന്നെ തെറി വിളിച്ച് മൊത്തം അടിച്ച് അണ്ണാക്കി തന്നു വിട്ടു. നിന്നെ പൂട്ടിക്കെട്ടി, നിന്നെ ഒരു രീതിയിലും വാ തുറക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ നിനക്ക് അടിച്ച് അണ്ണാക്കി തന്നു. നീ ചാനൽ ചർച്ചയിൽ പോയിരുന്നും തന്തയ്ക്ക് വിളിയും തന്തയുടെ തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും വാങ്ങിച്ചിട്ടാണ് നീ പോയിട്ടുള്ളത്. അതെല്ലാം നീ വാങ്ങി കൂട്ടി വെച്ചാണ്. കാരണം മലയാളികൾ വിട്ടികളല്ല. ഈ ഫെമിനിസവും അതും ഇതൊക്കെ നല്ലതാണ്, പക്ഷെ അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കണം. നിന്നെപ്പോലെയുള്ള ഫേക്ക് ഫെമിനിസ്റ്റുകൾ വന്നിരുന്ന് ഓരോന്ന് ഛർജിച്ച് തുപ്പി എറിയുമ്പോൾ മനസ്സിലാക്കണം നാളെ നിനക്കൊക്കെ കർമ്മ തിരിച്ചടിക്കുമെന്ന്. ഇന്ന് നീ വന്നിരുന്ന് കള്ളക്കരച്ചിൽ കരഞ്ഞാൽ കൂടി നീ കരഞ്ഞല്ലോ, അതാണ് എൻ്റെ വിജയം, അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളുടെ വിജയം. വേറെ ഒന്നുമല്ല. അന്ന് ആ ദീപക് ഷിംജിത കേസിൽ നീ ദീപക്കിനെയും ദീപക്കിന്റെ കുടുംബത്തിനെയും ഒരു രീതിയിലും നീ സപ്പോർട്ട് ചെയ്യാതെ വലിച്ചു കീറി ഒട്ടിച്ച് സമൂഹത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കാൻ നീ ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വിഡ്ഢികളല്ലാത്തത് കൊണ്ട് നിന്നെ അങ്ങ് വലിച്ചു കീറി ഒട്ടിച്ച് ഷിംജിതയുടെ കൂടെ നീയും ബോഡി എന്ന് പറഞ്ഞ് നിന്നെയും വലിച്ചു കീറി പൊളന്ന് നാലാട്ട് വച്ച് അത് നീ എരന്ന് വാങ്ങിയതാ ശ്രീലക്ഷ്മി അറക്കൽ. ഇന്ന് വന്നിരുന്ന ഒരു ഇന്റർവ്യൂവിലിരുന്ന് മോങ്ങുന്നു. സത്യം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നിന്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായി. ആഹാ എന്തന്തസ്. നമുക്ക് എന്തായാലും ഒരു അരുവിന്ന് കാണാം. ശ്രീലക്ഷ്മി അറക്കലിനെ കണച്ചില്. ഞാൻ വെടിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ആര് പറഞ്ഞു നീ വെടിയാണെന്ന്? ഇതിപ്പോ നീയല്ലേ വന്നിരുന്ന് പറയുന്നത്, ഞമ്മളാരും പറഞ്ഞില്ല നീ വെടിയാണെന്ന്. ഇനി അത് വിട്. നിന്റെ തന്ത വെടിയനാണെന്ന് നീ തന്നെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് മുന്നേ ഒരു എവിടെയോ പബ്ലിക് ഒപ്പീനിയനിൽ എന്തോ മറ്റേ മമ്മൂട്ടിയുടെ ആ സിനിമയിൽ അതേ റോളാണ് നിന്റെ അച്ഛനെന്ന്. അങ്ങനെ നീയാണ് നിന്റെ തന്തയെ പറ്റി വന്ന് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം തന്തയ്ക്ക് വില കൊടുക്കാത്ത ഒരു മോള്. ഓക്കെ, നിന്റെ തന്ത അത്രയും മോശക്കാരനാണെങ്കിൽ ഓക്കെ ആയിരിക്കാം, പക്ഷെ അത് നാട്ടുകാരോട് ഇങ്ങനെ വിളിച്ച് പറയൂടെ ഏതെങ്കിലും മക്കള്? അങ്ങനെ സ്വന്തം തന്തയ്ക്ക് പോലും വില കൊടുക്കാത്തവളാണ് നീ. നിന്നെ നാട്ടുകാർ വെടിയെന്ന് വിളിക്കുന്നത് നിന്റെ ആ ഒരു സംസാര രീതി കൊണ്ടാണ്. ഒരിക്കലും നാട്ടുകാർ വെടിയെന്ന് വിളിക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷേ അത് നീ ഇരന്ന് വാങ്ങി വെക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇവിടെ ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാലും നീ ഒരുമാതിരി മറ്റേടത്ത് വർത്തമാനം, മറ്റേടത്ത് ഒരു ന്യായീകരണമാണ് ന്യായീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ നാട്ടുകാർ പൂരത്തെറി വിളിക്കുന്നത്. നീ ഇരന്ന് വാങ്ങുന്നതാണ് ശ്രീലക്ഷ്മി അറക്കൽ. ഷിംജിത ദീപക് കേസിൽ നിന്ന് എക്സാമ്പിൾ എടുക്കാം. ഒരു കാര്യമില്ലാതെ ആ നായിന്റെ മൂക്ക് വേണ്ടിയിട്ട് നീ ചുക്കാൻ പിടിച്ചിറങ്ങി. പിന്നെ ജനങ്ങളെ പിടിച്ച് നിന്നെ ഉമ്മ വയ്ക്കുകയോ? പിന്നെ നീ തന്നെ പലതും പറയുന്നുമുണ്ട്. ആ സ്ഥിതിക്ക് നാട്ടുകാരെ വായിരിക്കുന്നത് നീ തന്നെ ഇരന്ന് വാങ്ങുന്നു. ഓ ആദ്യം അവൻ നീയല്ലേ പറഞ്ഞേ വെടിയെന്ന്. അപ്പൊ ഞാനാ? അപ്പൊ അങ്ങനല്ല, ആൾക്കാർ പറയുന്നുണ്ട്. അങ്ങനെ പറ, വഴിക്ക് വാ. ഞാൻ സമൂഹത്തിനോടാണ് പറയുന്നത്. ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച് അവിടുന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എടുത്ത് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ പറയരുത്. അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ്. കാരണം നിന്റെ അടുത്ത് ട്യൂഷന് പോകാൻ ആരെങ്കിലും പറഞ്ഞ? നീ എല്ലായിടത്തും പോയി ട്യൂഷനും പോയി ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പോയി നടന്ന ഒരാളെ വെടിയെന്ന് പറയരുതെന്ന്. എടേ, ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും മോശം പറയുന്നുണ്ടോ? ഈ ഷിംജിത കേസിന് എക്സാമ്പിൾ എടുക്കാം. എത്ര സ്ത്രീകൾ ഷിംജിതയ്ക്ക് എതിരെ സംസാരിച്ച് ദീപകിനെ സപ്പോർട്ട് ചെയ്തോന്നു? അവരുടെ എല്ലാവരുടെ കണ്ണിൽ കുരുവായിരുന്നു. നീ ഒഴുക്കിനനുസരിച്ച് നിന്നും കൊണ്ട് നീ അപ്പുറത്ത് കയറി തിരിഞ്ഞു നടിച്ച് നീ അതുവഴി റീച്ച് ഉണ്ടാക്കാമെന്ന് നീ വിചാരിച്ചു. പക്ഷെ നീ വിചാരിച്ചതുപോലെ നിന്റെ കയ്യിൽ നിന്നില്ല. നീ പൊക്കിക്കൊണ്ടുവന്ന ഷിംജിതയ്ക്ക് എന്തുകൊണ്ട് കോടതി ജാമ്യം കൊടുത്തില്ല? ഇതുവരെ എന്തുകൊണ്ട് ജാമ്യം കൊടുത്തില്ല? ഇനി ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, പക്ഷെ എന്തുകൊണ്ട് കൊടുത്തില്ല? ചിന്തിക്ക്. നമ്മൾ പൊട്ടന്മാരല്ല. ഒരുത്തന്റെ കയ്യിൽ കൊണ്ട് അവളെ സാമാനം തട്ടാൻ വച്ച് കൊടുത്തിട്ട് അവള് മറ്റേ അതിനെ എടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഒരുത്തന്റെ കൈ തട്ടുമ്പോൾ, അവൻ അറിയാതെ തട്ടുമ്പോൾ അതിനെ കണ്ടന്റ് ആക്കിയിട്ട് അവളൊരു ചിരി ഉണ്ടായിരുന്നു ആ മുഖത്ത്. കണ്ടന്റ് കിട്ടി, ഇന്ന് പറപ്പിക്കാം, ഞാൻ റീച്ചാ. ആ ഒരു സാധനം, ആ ഒരു ഫീൽ അവളുടെ മുഖത്തുണ്ടായിരുന്നു. കാവടി മോള് അതുപോലത്തെ ഒരു തന്തയില്ലാത്തവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നീ വന്നത്.
നിന്നെ ഇനി ജനങ്ങൾ എന്ത് പറയണമെന്ന് മടിയിൽ വെച്ച് കൊഞ്ചണോ? നീ ഒരു പെണ്ണല്ലേ? നിനക്കൂല്ലേ ഒരു അച്ഛനും? അച്ഛനെ സ്വന്തം അച്ഛനെ പെടിയനെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ മോളാ. സ്വാഭാവികം. എല്ലാ ആണുങ്ങളടുത്ത് നിനക്ക് ഒരു കണ്ണുകടി കാണും. നിന്റെ അച്ഛൻ അങ്ങനെ ആയതുകൊണ്ട് എല്ലാ ആണുങ്ങളും അങ്ങനെ ആണെന്ന് ചിലപ്പോൾ നിനക്ക് ചിന്ത കാണും. പിന്നെ നീ തന്നെ പറയുന്നുണ്ട് നിനക്ക് പണ്ടൊക്കെ ബസ്സിലെന്ന് മോശം അനുഭവം അതും ഇതൊക്കെ ഉണ്ടായെന്ന്. എടേ ജെന്യൂനായിട്ടൊരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ചരിത്രമേ നമുക്കുള്ളൂ. പക്ഷെ ഒരുത്തി കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരുത്തനെ കൊന്നപ്പോൾ അതിനെ നീ എടുത്തു വെച്ച് സപ്പോർട്ട് ചെയ്തില്ലേ? അന്ന് കാറ തുപ്പിയതാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്നവളാ ഞാൻ, കേട്ടാ. ഇനി ജീവിതത്തിൽ ഒരു കാലത്തും നീ ഒരു നല്ല കാര്യം ചെയ്താൽ പോലും നിന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന പ്രതിജ്ഞയാണ് ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നത്, കേട്ടാ. അത് നീ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ആരുമല്ല. കരയില്ലടി എന്റെ തക്കുടുവാവെ ചുക്കുടുവാവെ ചുഞ്ചുടുവാവെ കരയില്ലടി. ശ്രീലക്ഷ്മി അറക്കല നീ കരഞ്ഞ ഞങ്ങൾ നെഞ്ചു പൊടിച്ചാവൂടി. ശ്രീലക്ഷ്മി അറക്കലടി. അയ്യോട്ടോ കരയില്ലട്ടോ കുട്ടോ. അയ്യോ കരയില്ല. ഇങ്ങനെ ഏങ്ങി കരയില്ല. അച്ചുട്ടോ ഒരുത്തന്റെ പച്ചയിറച്ചി നീയൊക്കെ വെട്ടിപ്പൊളന്ന് തിന്നപ്പോ നിന്റെ കണ്ണിലില്ലായിരുന്നല്ലോ ഈ കള്ള കണ്ണുനീര് ഇല്ലായിരുന്നല്ലോ. ആ ദീപക്കിന്റെ കുടുംബത്തിനെ പറ്റിയിട്ട് നീ ആലോചിച്ചോ? നിന്നെ വെടിയെന്ന് പറഞ്ഞപ്പോ നിനക്ക് പൊള്ളി. എന്നാൽ ഒരു പുണ്ടാമോള് ഒരുത്തന്റെ ജീവൻ എടുത്തു. ആ കുടുംബത്തിന്റെ കണ്ണുനീരിന്റെ അവസ്ഥയെങ്കിലും നീ ആലോചിച്ചോ? ഇല്ല. നിനക്ക് കരയാൻ എന്ത് യോഗ്യതയുള്ളത്? എന്നിട്ട് നീ വീണ്ടും ന്യൂസ് ചാനലിലും ചർച്ചയിലും വന്നിരുന്ന് ആ ദീപക്കിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ കണ്ടുകൊണ്ട് ലൈവായിട്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ നീ ആ ദീപക്കിനെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര അന്തസ്സുണ്ടാടി നിനക്ക്, അന്തസ്. എന്നിട്ട് ഇന്ന് വന്നിരുന്ന് നീ മോങ്ങണ. നിന്റെ കള്ളക്കരച്ചില്, കള്ള കണ്ണുനീര്. നിന്നെ വെടിയെന്ന് നാട്ടുകാർ വിളിച്ചെന്ന്. ഹൈഷേ മോങ്ങടി മോങ്ങ്. കള്ളക്കരച്ചിലായാലും കൊള്ളാം, പക്ഷെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇവിടെ എന്ത് തന്തയില്ലായ്മയും കാണിച്ചിട്ട് ഒന്ന് കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ എടുക്കും. പോട്ട് പുല്ല്, വിട്ടുകള എന്ന് പറഞ്ഞ് തലോടി വിടും. പക്ഷെ നിന്നെ അങ്ങനെ പോലും ചെയ്യത്തില്ല. കാരണം അത്രയ്ക്ക് വെറുപ്പാ. അത്രയ്ക്കൊരു ചീഞ്ഞ കേസിലാണ് നീ കയറിയിട്ട് ചുക്കാൻ പിടിച്ചത്. നീ മാത്രമല്ല, വേറൊരു കണ്ണാടിച്ചവളും കൂടി ഉണ്ട് ഒരുത്തി. അവൾക്കുമുണ്ട്. അവളും കരയുന്ന ഒരു ദിവസം വരുത്തും. എല്ലാവരും എന്നെ വെടിയെന്ന് വിളിക്കുന്നു. ഞാൻ എത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന വെടിയും തമ്മിൽ എന്ത് വ്യത്യാസം? എന്താ ബന്ധം? എന്റെ പൊന്നിറക്കല്ലേ, ഇതാണ് കർമ്മ. നിന്റെ കള്ളക്കടിച്ചിലായാലും കുഴപ്പമില്ല, നീ കരഞ്ഞല്ല മതി. കർമ്മ. ആ ദീപക്കിന്റെ ശാപവും ദീപക്കിന്റെ കുടുംബത്തിന്റെ ശാപവും നീ ഒന്നും അനുഭവിക്കാതെ പോകത്തില്ല. ഷിംജിത ഇങ്ങനെയൊന്നുമല്ല, എഴഞ്ഞഴഞ്ഞ അവള് തീരും. അവള് എഴഞ്ഞഴഞ്ഞ ആ കുടുംബത്തിന്റെ ശാപവും എല്ലാം കൂടി തലയ്ക്ക് മേളിലും വെച്ചുകൊണ്ട് അവള് തീരും. എഴഞ്ഞഴഞ്ഞ് ഇഞ്ചിഞ്ചായിട്ട് അവൾ തീരും. അതുപോലെ തീരാതിരിക്കാൻ വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കും പടച്ചോനോട്, കേട്ടാ. അപ്പം അതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ വേറെ കൺട്രീസിൽ ആ റോമിയോ ജൂലിയറ്റ് ക്ലോസ് എന്ന് പറയുന്ന പോലെ ഇവിടെയും ആ സാധനം വേണമെന്നാണ്. അതായത് നമ്മള് മായാനദി സിനിമയിലാണ് സെക്സ് ഈസ് നോട്ട് പ്രോമിസ് എന്നൊരു ഡയലോഗ് വന്നതിന് ശേഷം വോളണ്ടറി ആയിട്ട് ആൾക്കാര് ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ഡേറ്റ് ചെയ്ത് ഒരു റൂം എടുക്കുന്നു, പോകുന്നു. അങ്ങനെ ഒരു സിസ്റ്റം വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടി വന്നത്. ഇപ്പൊ അത് തെറ്റാണെന്നൊന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പൊ എന്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാനിപ്പോ എനിക്കൊരു ഒരാളിനോട് ക്രഷ് തോന്നി. ഞാൻ എന്ത് ചെയ്തു? എന്താ പറയാ, ഞാൻ അവനുമായിട്ട് സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെട്ടു. എന്നിട്ട് അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞു പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ സെക്ഷൽ കോൺടാക്ട് ചെയ്ത ആൾക്കാര് ഇപ്പം എന്താ പറയാ വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാർ 10 പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ടില്ല. അതായത് വളരെ വിരലിലെണ്ണാവുന്ന ആൾക്കാരുമായിട്ട് എനിക്ക് സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 10 പേരൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ പല പുരുഷന്മാരുമായിട്ട് പല ബന്ധങ്ങളും വെച്ച് പോകുന്ന സ്ത്രീകളെയാണ് സാധാരണ വെടികളെന്ന് സംബോധന ചെയ്യാറ്, കേട്ടോ. നിന്നെ വെടിയെന്ന് പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞ് നീ വന്നിട്ട് കരയുന്നുണ്ട്. നീ വെടിയെന്ന് ഇവിടെ ആരും ഞാൻ പറഞ്ഞില്ല, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണ ഈ പല പുരുഷന്മാരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിച്ച് നടക്കുന്ന സ്ത്രീകളെയാണ് വെടികളെന്ന് പറയുന്നത്. നീ തന്നെ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നീ 10 പുരുഷന്മാരില്ല, എന്നാൽ വിരലിൽ എണ്ണാവുന്ന പുരുഷന്മാരുണ്ടെന്ന്. ഇത് സോഷ്യൽ മീഡിയയിലാണ്. നീ ആരോടെ പോവുകയോ ആരോടെ പോകാതിരിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ സാമാന്യ ബോധമുള്ള ആരെങ്കിലും ഇത്രയും അഭിമാനത്തോട് വന്നിട്ട് ഞാൻ പല പുരുഷന്മാരുമായിട്ട് ബന്ധം വെച്ചു, അല്ലെങ്കിൽ ഞാൻ പല സ്ത്രീകളുമായിട്ട് ബന്ധം വെച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും അഭിമാനത്തോടെ വന്നിരുന്ന് പറയൂ? തലയ്ക്ക് ബോധമില്ല, നിനക്കൊന്നും വെളിവില്ല. നീക്ക് തിന്നുന്ന ആനപ്പിണ്ടോണോ അതോ പട്ടിത്തിട്ടോണോ?
അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അത്രയും ബോധമില്ലാത്ത വർത്തമാനമാണ് നിന്റെയൊക്കെ വായിൽ നിന്നും വരുന്നത്. പിന്നല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ? എന്ത് തേങ്ങയെ വിളിച്ച് പറയുന്നത് നീക്ക്? പല പുരുഷന്മാരുമായിട്ട് ഞാൻ ബന്ധം വെച്ചിട്ടുണ്ട്. വിരലെണ്ണാവുന്നതേ ഉള്ളൂ. പക്ഷെ 10ഒന്നുമില്ല, 10ന്റെ അകത്ത് 9 ആയിരിക്കും, 9.5. എന്തോന്നടേ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ നാട്ടുകാർ നിന്നെയൊക്കെ വെടിയെന്നേ വിളിക്കത്തുള്ളൂ. അത് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുക. അതേ തുടർന്ന് ആൾക്കാർ ഓരോന്ന് വിളിക്കുകയും പിന്നെ വന്നിരുന്ന് മോങ്ങുകയും. മോങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം സഹതാപത്തോടെ വെച്ച് കൊഞ്ചുമെന്ന് വിചാരിച്ചാണ്. ഗോപ്പ് വെച്ച് കയ്യിലിരിപ്പിന് ഇതൊന്നും കിട്ടിയാ പോരാ. ഞാനൊന്നും പറയുന്നില്ല. ആൾക്കാർ 10 പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. 10 പേരായിട്ടൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. 10ന്റെ അകത്ത് 9.5, 9:45. ഇപ്പൊ അങ്ങനെ ഇങ്ങനെ തമാശയൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ പറയുമ്പോ പറയും, എടി നിനക്ക് 10 പേരുമായിട്ട് ഒരു റിലേഷൻഷിപ്പില്ല, എന്നിട്ടാണോ നീ ഈ പേര് മൊത്തം കേൾക്കുന്നതെന്നൊക്കെ. അപ്പം വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അപ്പം വളരെ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ. എത്ര ആയിക്കോട്ടെ. ഇതെന്തുവാട് അഭിമാനത്തോടെ പറയുകയാണ് ഒന്നിനൊന്നും. ഒന്നുമില്ലെങ്കിൽ നിനക്കൊന്നും ബോധമില്ലേ? നമ്മുടെ സൊസൈറ്റിയിൽ കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവരൊക്കെ നിൻ്റെയൊക്കെ ഈ വീഡിയോ കാണുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ പലരുമായിട്ട് സെക്ഷൽ കോണ്ടാക്ട് വയ്ക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നൊക്കെ അവരും ചിന്തിക്കാൻ തുടങ്ങും. എടാ, നീയൊക്കെ എങ്ങനെയാ തൊലഞ്ഞ് നശിച്ച് നാറാണത്തായി ജീവിക്കും, നിൻ്റെയൊക്കെ തോന്നിയ വശത്ത് ജീവിക്കും. പക്ഷേ അതെന്തോ വലിയ നല്ല കാര്യമാണെന്നുള്ള രീതിയിൽ ഈ സൊസൈറ്റിക്ക് മെസ്സേജ് കൊടുക്കാൻ നിൽക്കരുത്. ഇത്തരം സാധനങ്ങളെ എന്തിനടാ പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നത്? ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത, നിലവാരമില്ലാത്ത ഓരോ സാധനങ്ങളെ എന്തിനാണ് പിടിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നത്? ഇൻ്റർവ്യൂ ചേട്ടാ, ഒന്നും പറയാനില്ല. അതിനകത്ത് തന്നെ എന്താ പറയാ, ഒരു തവണ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ട് വിട്ട് കളഞ്ഞ നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയിട്ട്, നമുക്ക് ഒരു രീതിയിലും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്ന ആൾക്കാരെ വിട്ട് കളഞ്ഞ കേസുണ്ട്. അതെന്താ കളി ഇഷ്ടപ്പെട്ടില്ലാത്ത എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. ചേച്ചി ഇത്ര പച്ചയ്ക്ക് പറയുന്നത് എനിക്ക് ഞാൻ കുറച്ച് പച്ചയ്ക്ക് പറയുന്നതിൽ വലിയ കുഴപ്പമൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നേ? എന്തോന്നില്ല ഇത്? വെള്ളരിക്കപ്പെടണോ? എനിക്ക് ആണുങ്ങളെ തന്നെ ഭയങ്കര വെറുപ്പായിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പോഴും ആഗ്രഹിക്കും ഞാൻ ലെസ്ബിയൻ ആണെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. കാരണം എനിക്ക് ഇത് കൊള്ളാം, പുതിയ എൻക്വയറി ആണല്ലോ. എനിക്ക് ആണുങ്ങളെ തന്നെ വെറുപ്പാണ്. പക്ഷെ ചേച്ചി 10ന് താഴെ സെക്ഷൽ കോണ്ടാക്ട് വെക്കും. എന്നിട്ട് നാട്ടുകാരെന്നെ വെളിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുറ്റം. എന്തോന്നടേ ഇത്? ഇത് യാർ ബ്രാൻഡ്, കാട്ട് ബ്രാൻഡ് അടിക്കുന്ന അറിയാൻ പാടില്ലാത്തോണ്ട് ഇരിക്കുകയാണ്. ആണുങ്ങളെ തന്നെ വെറുപ്പാണെന്ന്. ആണുങ്ങളെ വെറുപ്പാ, സ്വന്തം അച്ഛനെയും വെറുപ്പാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല. സ്വാഭാവികം. ആണുങ്ങളെ വെറുപ്പാണ്. ഞാൻ ലെസ്ബിയനായിരുന്നേ കൊള്ളായിരുന്നത്. എന്നിട്ട് 10ൽ താഴെ ആണുങ്ങളായിട്ട് പരിപാടി കൊള്ളാം. എന്നിട്ട് ആണുങ്ങളെ വെറുപ്പാണോ? എൻ്റെ പൊന്നടാവേ, കഷ്ടം. നിന്റെ അടുത്ത് ജീവിക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നീ എന്തേലും ചെയ്യും. ഇതിനൊക്കെ ആരടാ പിടിച്ച് ഇന്റർവ്യൂവിൽ ഇരുത്തുന്നത്? നീ വന്നിരുന്ന് മോങ്ങിക്കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും എടുത്ത് വെച്ച് മടി വെച്ച് കൊഞ്ചോ അല്ലെങ്കിൽ എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാൽ നീ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളതും പറഞ്ഞു വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ നിനക്ക് തള്ളക്കുകളിയും നിനക്ക് പിള്ളൈക്കുകളിയും ചീത്തകളിയും കിട്ടാനുള്ള റീസൺ ദീപക് കേസ് തന്നെയാണ്. ആ ന്യൂസ് ചർച്ചയിൽ അടക്കം നീ വന്നിരുന്ന ആ വ്യക്തിയെയും വലിച്ചു കീറി ആ കുടുംബത്തിന്റെ മുന്നിൽ പച്ചയിറച്ചി നീ തിന്നില്ലേടി. അതിന് നീ അനുഭവിക്കാതെ പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടാ? നീ എണ്ണി ഇഞ്ചിഞ്ചായിട്ട് നീ ഇതിനൊക്കെ മറുപടി പറയും. നരകിക്കും, ഉറപ്പാ. അത് പറ്റത്തില്ല, മനസ്സിലായോ? നമുക്ക് വേശ്യാവൃത്തി മോശം തന്നെ പറഞ്ഞു, നമുക്ക് പറ്റത്തില്ല. വേശ്യാവൃത്തി മോശമല്ലെന്ന് പിന്നെ നാളെ എടേ, ഗതികേട് കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് പട്ടിപ്പണിയെടുത്ത് ജീവിക്കുന്ന അമ്മമാരും ഉണ്ട്. എന്നാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വലുതായിട്ട് പണിയൊന്നും ഇല്ലാണ്ട് ഈ പണിക്ക് പോകുന്നവരും ഉണ്ട്. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ഈ പണിക്ക് ഇറങ്ങിയത്. അങ്ങനെ പറയുന്നവരാണ് ഭൂരിപക്ഷവും ഈ പണിക്ക് ഇറങ്ങുന്ന ടീംസ്. ഞാനത് കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം നിങ്ങൾ ഈ പണിക്ക് പോയി നിങ്ങൾക്ക് നല്ല ഏണിങ്സ് കിട്ടി ജീവിക്കുന്നുണ്ട്, ഈ വേശ്യാവൃത്തി പണിക്ക് പോകുന്നവർ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മക്കളെ വളർത്താൻ വേണ്ടിയിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ടും ആണെങ്കിൽ ഇവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്ന, അല്ലെങ്കിൽ നല്ലപോലെ പണിയെടുക്കുന്ന എത്രയോ ജോലികൾ ഇവിടെ ഉണ്ട്, കൂലിപ്പണിയുണ്ട്. ഇനി അതൊന്നും പോരെങ്കിൽ ഒരു വാർപ്പും എടുത്ത് വെച്ച് 10 കിലോ അരിയും എടുത്തിട്ട് 2 കോഴിയും പിടിച്ച് കട്ട് ചെയ്ത് 10 ബിരിയാണി പറക്കി വിറ്റാലും കിട്ടും പൈസ. അതിന് ഈ പണിക്ക് തന്നെ പോകണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഈ പണിക്ക് പോകുന്നത് ജീവിക്കാൻ വേണ്ടി ആണെന്ന് പറയുന്നവരടുത്താണ് എനിക്കിത് പറയാനുള്ളത്. 10 ബിരിയാണി പറക്കി വെച്ച് വിറ്റാലും ജീവിക്കാൻ പറ്റും, പിള്ളേരെ വളർത്താനും പറ്റും. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇന്ന് ബിരിയാണി മാത്രമല്ല, പായസമുണ്ട്, പലതും പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അത് ഇതൊക്കെ വെച്ച് വിൽക്കാം. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് ജീവിക്കാൻ വേറെ മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പണിക്ക് പോകുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല കേട്ടോ.
അതുകൊണ്ട് അത് വിട് വൃത്തി എന്ന് പറയുന്ന ആ പരിപാടി നമുക്ക് പറ്റുന്നത്. അങ്ങനെയാണ് നമുക്കിപ്പോ വീട്, കാറ്, എന്തെങ്കിലും ഒരു ഫോൺ വരെ എത്ര കൊല്ലം ഇത് ഹാങ് ആയി ഫോൺ പോലും മാറ്റാൻ പൈസ ഇല്ല. അത് കയ്യിലിരിപ്പ്, ഫോൺ പോലും മാറ്റാൻ പൈസ ഇല്ലേക്ക്. പണിക്ക് പടി കയറുന്ന വന്ന് കൊണയടിച്ചിരിക്കുക. അതിൻ്റെ അറിയുന്ന വന്നിട്ട് എന്തെങ്കിലും കിട്ടിക്കാണല്ലോ, അതെടുത്ത് ഫോൺ വാങ്ങും പുതിയ. അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് പറയാനാ, വന്നിരുന്ന് ചുമ്മായിരുന്നു കൊണയടിച്ചോണ്ടിരിക്കുകയാണ്, പൈസ ഇല്ലെന്ന്. ഒരുങ്ങിച്ചമഞ്ഞിരുന്ന് വന്നിരുന്നും കൊണ്ട് പാവങ്ങളെ വലിച്ചു കീറി ഒട്ടിക്കാൻ നിനക്കറിയാമല്ലോ. ദീപകിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ആ കുടുംബത്തിന് ശാപം നിന്റെ തലേന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. നീ ഇതല്ല, ഇതിന്റെ അപ്പുറം കരയാൻ കിടക്കുന്നുണ്ട്. മൂക്കൊന്നും ഇത്രയും പിഴിഞ്ഞാൽ പറ്റൂല, ഇനിയും പിഴിയും. അങ്ങനെ എന്തിനാ ഈ വെടി എന്ന് പറയുന്നത്? അത് ഭയങ്കര മോശം, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. ഇപ്പോഴും ഞാൻ എന്റെ എഡ്യൂക്കേഷൻ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും പിന്നെ കഷ്ടപ്പെടാതെ ജീവിക്കുന്നത്. നീ എന്ത് തേങ്ങയാ പറയുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചതുകൊണ്ട് എന്നെ വെടിയെന്ന് ആരും വിളിക്കില്ല. നീ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 10 താഴെ ആണുങ്ങളോട്ട് പോയിട്ടുണ്ട്. നീ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ പിന്നെ നാട്ടുകാർ നിന്നെ എന്നാ വിളിക്കണമെന്ന് 10 രൂപ എന്ന് വിളിക്കൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ എണ്ണാക്കി തിരിച്ചു കിട്ടുമെന്ന്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മൊത്തം കഷ്ടപ്പെട്ട് ഇപ്പൊ ട്യൂഷൻ എടുത്ത് എല്ലാവരും ട്യൂഷൻ എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ഞാൻ മാത്രം ഇത് ട്യൂഷൻ എടുത്ത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ജീവിച്ചു. ട്യൂഷൻ ക്ലാസ്സിൽ പൈസ കൊടുക്കാതെ ജീവിക്കുന്ന പിള്ളേരെ എനിക്കും അറിയാം. എൻ്റെ കൂടെ ട്യൂഷൻ പഠിച്ച സമയത്തും പിള്ളേരുണ്ട് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി കാറ്ററിങ്ങിനും അതിനും ഇതിനൊക്കെ പോയിട്ട് എൻ്റെ ക്ലാസ്സിൽ പഠിച്ചവന്മാരും ട്യൂഷൻ ഫീസ് കൊടുത്തിട്ടുള്ള ചരിത്രം എനിക്കും അറിയാം. അതുകൊണ്ട് അത് വിടും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പൈസ തരും ട്യൂഷൻ ഫീസ് കൊടുക്കാൻ. എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ പൈസ തരുമായിരുന്നു. പിന്നെ അതങ്ങനെ. എന്നാൽ അന്നും ഇല്ലാതെ ഉള്ള പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതൊക്കെ വിടും. ചേച്ചി മാത്രമൊന്നുമില്ല, ലോകത്തിൽ ആദ്യത്തെ ട്യൂഷൻ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പണിക്ക് പോയ ചേച്ചി കേട്ടോ. അതുകൊണ്ട് അതും ഉണ്ടായിരുന്നു. ഒരു രൂപ പോലും വീട്ടിൽ നിന്ന് കൊടുക്കാനില്ല. ഒന്ന് അധ്വാനിച്ച് കൃത്യമായിട്ട് ട്യൂഷൻ എടുത്ത് അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല. അത് 9ാം ക്ലാസ്സിൽ ഞാൻ ട്യൂഷൻ തുടങ്ങിയത്. ഇപ്പൊ 9ാം ക്ലാസ്സിൽ അതായത് എന്റെ ഒരു 14 വയസ്സ് തൊട്ട് ഞാനിപ്പോ 30 വയസ്സായി. എനിക്ക് ആ കഴിവുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ വെടിയെന്ന് പറയരുത്. ഒരു മനുഷ്യനെ വെടിയെന്ന് പറയുന്നത് ഈ വെടിയെന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ശരിയല്ല. ഒരു സ്ത്രീയെ വിളിക്കാൻ പാടില്ല തന്നെയാണ്. പക്ഷെ ചിലവരൊക്കെ ഇരുന്ന് വാങ്ങും. ഞാൻ പറഞ്ഞില്ല സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഇവരൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പോകുമ്പോഴേ ആൾക്കാരങ്ങനെ വിളിക്കത്തുള്ളൂ. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വന്നിരുന്ന് കരഞ്ഞു കാണിച്ചു കഴിഞ്ഞാൽ നിന്നെ എല്ലാവരും എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യില്ല. നീ ആ ദീപകിന്റെ കേസിൽ പറഞ്ഞില്ലേ, ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റോടെ ജീവിതത്തിൽ ഇനി നിന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യില്ല, നീ നല്ല ചെയ്താൽ കൂടിയെന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തവനാണ് ഞാൻ. മനസ്സിലായ? പഴയൊരു ഇന്റർവ്യൂ ആണ്. വാ, അമേസിങ്. അഭിമാനത്തോട് പറയണം, എൻ്റെ തുണ്ട് വീഡിയോ വരെ ഇറങ്ങിയിട്ടുണ്ട്. സ്വന്തം തുണ്ട് വീഡിയോ ഇറങ്ങിയെന്ന് പറയുമ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞ പേര് ചേച്ചി ഓർക്കുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ഇമാതിരി സംസാരങ്ങൾ വന്നിരുന്ന ഒരു സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ ചേച്ചിയെ പിന്നെ എന്തോന്ന് വിളിക്കും നാട്ടുകാർ? ചേച്ചിയെ വിളിക്കേണ്ട പേരും കൂടി പറഞ്ഞേ. എല്ലാണ്ട് പിന്നെ സൂപ്പർ. അഭിമാനപൂർവ്വം ഞാൻ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് 2 വീഡിയോ. എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ്. വരൂ, വാ കളിക്കാം. എൻ്റെ പൊന്നു ചേച്ചിയെ, ഇമാതിരി വർത്താനൊക്കെ പറഞ്ഞ പിന്നെ നാട്ടിൽ എന്തിന് പറയും? എന്ത് പേരിട്ട് വിളിക്കും? മദർ തെരേസ എന്ന് വിളിക്കണോ ചേച്ചി? ഇനി പാക്കത്തന്നെ പറയുന്നത് കളിയുടെ ആട്ടം. അച്ചോട്ടാ, ചേച്ചിക്ക് ഏത് കളിയൊന്നും മനസ്സിലായില്ല. ചേച്ചി ഫുട്ബോളിലോട്ട് പോയിരിക്കുകയാണ്, വോളിബോളിലോട്ട്. ഞാൻ അതിരിക്കട്ടെ. ചേച്ചി അവിടെ നിന്നില്ലേ? ഈ ആങ്കർ ചോദിക്കുന്നവന് വേറെ ചോദ്യമൊന്നുമില്ലടേ. ഇന്റർവ്യൂവിന് ഒരാളെ ഫ്രണ്ടിൽ വിളിച്ചിരുത്തിയിട്ട് തുണ്ട് കണ്ടിട്ടുണ്ടോ, കളി ഇഷ്ടമാണോ, കളിക്കാറുണ്ടോ, എത്ര പേര് കളിച്ചിട്ടുണ്ട്, ആരൊക്കെ കളിച്ചിട്ടുണ്ട്, എന്തോന്നടേ ഇത്? ഇതെല്ലാം ഒരു ഇന്റർവ്യൂവാ? കാലം പോയോ പോക്കെ. നല്ല ബോയ് ഫ്രണ്ട്. ആരുടെ ബോയ് ഫ്രണ്ട്? ഇതൊക്കെ പറയുമ്പോ പിന്നെ ചേച്ചിയെ നാട്ടുകാര്
മത്താപ്പൂ എന്ന് വിളിക്കാണ്ട് പിന്നെ എന്നാ വിളിക്കും? ഇത് മാത്രമല്ല ഇപ്പൊ തന്തയില്ലാത്തവൻ വിളിക്കുന്നുണ്ട്. ഇപ്പൊ പല തന്തയ്ക്കുണ്ടായത് അങ്ങനെ. ഇതൊക്കെ നമ്മളാരും പറഞ്ഞല്ലോ. ചേച്ചി എന്നെ പറഞ്ഞു ചേച്ചിയുടെ തന്ത മറ്റം സിനിമയിലെ മമ്മൂട്ടിയാണെന്ന്, കളങ്കാവിലെ അതേ ക്യാരക്ടറാണെന്ന് ചേച്ചി എന്നെ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. തന്തയില്ലാത്തവളെ നാട്ടുകാർ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ചേച്ചി എന്നെ സ്വന്തം തന്തയ്ക്ക് അത്രയും ഹൈപ്പ് കൊടുത്ത് മമ്മൂട്ടിയായിട്ട് കമ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാണ്? എന്റെ അമ്മ അംഗൻവാടി ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അംഗൻവാടി ഇപ്പൊ അവർ കിട്ടുന്ന 12,000 രൂപ അമ്മയ്ക്ക് ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത്. എന്റെ ചെറുപ്പത്തിൽ 600 രൂപയ്ക്ക് മാസത്തിൽ കിട്ടുന്നത്. അതുകൊണ്ട് എന്താണുള്ളത്? അതുകൊണ്ട് കഷ്ടപ്പെട്ട് എന്റെ അമ്മയിലെ സക്കാത്ത് വാങ്ങാൻ പോയിട്ട് അറിയാമോ, എന്തെങ്കിലും ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് വീടിന്റെ അടുത്തുള്ള സമയത്ത് സക്കാത്ത് പോയി വാങ്ങിയിട്ട് ലോകത്തിൽ ആദ്യത്തെ വനിതയാണെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ പൊന്നടാ എന്തുവാട് ഫുഡ് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ പോവല്ലോ. അങ്ങനെ വരെ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ തരുന്ന ഭക്ഷണം, അങ്ങനെ പട്ടിണി കിടന്ന് ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ പോലെ എന്റെ അമ്മയൊന്നും ഒരു ഇത് മോശമായിട്ട് പോവാത്തൊരു സ്ത്രീയെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്നോട് ദേഷ്യം വെച്ചാൽ അങ്ങനെയൊന്നും പറയരുത്. അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. വളരെ മോശമാണ്, വളരെ മോശം. എന്റെ അമ്മ എങ്ങനെ പറയില്ല. നിന്റെ അമ്മ ആരെങ്കിലും പറഞ്ഞോന്ന് എനിക്കറിയില്ല. നീ തന്നെയാണ് ഓരോന്ന് നിന്റെ കുടുംബത്തിലുള്ളവരെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്തത്. കാണണമാണ് കാണിച്ചു തരാം. സ്വന്തം അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ. എടി നിനക്ക് എന്നാ പറ. അഭിമാനത്തോട് പറയാണ് എൻ്റെ അച്ഛൻ ഒരു വിവാഹ തട്ടിപ്പുകാരനായിരുന്നു. അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോൾ നിനക്ക് അച്ഛനെ ഇഷ്ടമല്ലെങ്കിൽ പറയാൻ താല്പര്യമില്ലെന്ന് പറയാമായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് മറുപടി. പക്ഷെ നല്ലതാ. ആൾക്കാരുണ്ട്, എല്ലാ സമൂഹത്തിലും ഉണ്ട് നല്ല ആൾക്കാർ. നമ്മൾ ആണ് പെണ്ണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ബൈനറി അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആണുങ്ങളിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ട്, പെണ്ണുങ്ങളിലും നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ട്. പക്ഷേ അത് ശരിയാ. പെണ്ണുങ്ങളിൽ നല്ലതുണ്ട് മോശമുണ്ട്. നീ അതിപ്പെടും. നല്ലതിപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പൊ അതിപ്പെടും. അത്രേ ഉള്ളൂ. പറ്റി പറയുമ്പോഴും അതിനകത്ത് നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ മോശമായ ആൾക്കാർ തന്നെ എല്ലാ കാര്യത്തിലും മോശമായിരിക്കില്ല, ചില കാര്യത്തിൽ നല്ലതായിരിക്കും അവർ. അങ്ങനെ നമ്മുടെ മനുഷ്യന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ആരെയും അങ്ങനെ അടിച്ചു താഴ്ത്താനോ ഒന്നും പറ്റത്തില്ല. അതാണ് പറയുന്നത്. ഇയാൾക്ക് ഇപ്പം വേടനായിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലായിട്ടുണ്ടെങ്കിലും ഒക്കെ എന്ന് വെച്ചാൽ അവരുടെ സെക്ഷൽ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാതായി പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. രാഹുൽ മാങ്കൂട്ടം വേടൻ ഇവർക്ക് രണ്ടുപേർക്കും സെക്ഷൽ ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയതെന്നാണ് നമ്മുടെ ശ്രീലക്ഷ്മി അറകിൽ പറയുന്നത്. നല്ല ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടായിരിക്കും 10 താഴെ വെച്ചത് അല്ലേ? അത്രയൊന്നും എന്തായാലും മാങ്കൂട്ടം എത്തിയെന്ന് തോന്നുന്നില്ല. 3-4 എത്തിയതേ ഉള്ളൂ മാങ്കൂട്ടം. 10 താഴെയൊന്നും വന്നില്ല. നേരെ 9:45 എത്തിയില്ല. സെക്ഷൽ ലൈഫിൽ ഡിസിപ്ലിൻ ഉണ്ടാവുമായിരുന്നുവെങ്കിൽ നമുക്ക് ഒരുപാട് മുന്നിലേക്ക് എത്താം. നില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിനൊക്കെ അറിയാവോ? വേറൊന്നുമില്ല, നിരപരാധിയാ. പരസ്പരം ഇഷ്ടത്തോടെ പരിപാടി ചെയ്തിട്ട് പിന്നെ വന്നിട്ട് നിന്നെയൊക്കെ പോലെ ഉള്ളത് വന്നിട്ട് തൂക്കിയിട്ട് കൊടുത്തതാ ജനങ്ങളുടെ മുന്നിലേക്ക്, ഇടയിലേക്ക്. അതുകൊണ്ട് കൂടുതൽ വിളമ്പാ നിൽക്കല്ലേ. രാവിലെ എണീക്കണം, തൂറണം, അപ്പിയിടണം, പല്ല് തേക്കണം, മൂത്രമൊഴിക്കണം, ഇതൊക്കെയാണ് ഡിസിപ്ലിൻ. പിന്നെ ബെഡ് ഷീറ്റ് വിരിച്ചിടണം, പില്ലോ കവർ എടുത്തിടണം, മുറിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം, കഴുകി വൃത്തിയാക്കണം. ഇതൊക്കെയാണ് ഡിസിപ്ലിൻ. ഇപ്പൊ നമുക്ക് നമ്മൾ കുറച്ച് ഫേമസ് ആവുമ്പോൾ അതിപ്പോ ഞാൻ ആയിക്കോട്ടെ, ഇപ്പൊ നീ ആയിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി വരും. നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിഗറിനെ അത് പക്ഷെ ആ ഫേമസ് ആയിട്ടുള്ള സംഭവങ്ങൾ മിസ്യൂസ് ചെയ്യാതിരിക്കും. ഇപ്പൊ സ്ത്രീകളാകുമ്പോൾ എനിക്ക് എന്റെ നേരത്തെ ഇപ്പൊ ആണുങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഓപ്ഷൻ ഉണ്ട് തിരഞ്ഞെടുക്കാതിരിക്കാറുണ്ട്. പക്ഷെ ആണുങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള കുറെ ആൾക്കാർ കണ്ടുള്ളത് അങ്ങനെ എല്ലാ ആണുങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഫേമസ് ആയ ആണുങ്ങൾ അങ്ങനെ അവർ സൂക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചില ആണുങ്ങളൊക്കെ എന്താ പറയാ ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിനെ മുതലെടുക്കും. മീൻസ് ഇപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങോട്ട് ക്രഷ് തോന്നിയാലും നിങ്ങൾ വളരെ സൂക്ഷിച്ച് എന്താ പറയാ ലൈംഗിക ജീവിതം മാനേജ് ചെയ്യുക. അത് പിരിയുമ്പോഴും എല്ലാ എത്തിക്സും പാലിച്ചുകൊണ്ട് പിരിയുകയും അവർക്ക് ഒരു ക്ലോഷർ കൊടുക്കുക. ഓക്കെ, അതായത് ചേച്ചി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്തിക്സോടെ പിരിയണം. പിന്നെ നിങ്ങൾ വള്ളികളൊന്നും ഉണ്ടാക്കില്ല. ദയവ് ചെയ്തിട്ട് എല്ലാവരും നിങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലായിരിക്കണം പിരിയേണ്ടത്. എന്തിനാണ് വെറുതെ ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കുന്നതെന്നാണ് നമ്മുടെ അറക്കൽ ചേച്ചി പറയുന്നത്. ചേച്ചിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യമാണ് ചേച്ചിയെ ടോ എന്ന് വിളിക്കുന്നത്. ചേച്ചീനെ ആരും ടോ എന്ന് വിളിക്കരുത്, ടോ എന്നും വിളിക്കരുത് എന്നാണ് ചേച്ചി പറയുന്നത്. എന്തായാലും ചേച്ചി നാട്ടുകാരുടെ വായിലിരിക്കുന്നത് ഇരന്ന് വാങ്ങുന്നതാണ്, വേറെ ഒന്നുമില്ല. അതിൽ വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടുമില്ല. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അറക്കൽ ചേച്ചിയെ പറ്റിയിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.